Hello friends, so നമ്മളിപ്പോൾ വരെ 10 modules cover ചെയ്ത്. So now we are getting into some bonus videos. So bonus video the first video ആണ് this one, like let's discuss about the tool setup. So കുറച്ച് tools എങ്ങനെയാണ് setup ചെയ്യുന്നത് നമ്മൾ finish ചെയ്ത് തരാം. So already rank math ഒരു ടൂളിനെ പറ്റിയാണ് നമ്മൾ ഈ പർട്ടിക്കുലർ സെക്ഷനകത്ത് സംസാരിക്കാൻ പോകുന്നത്. ഇഫ് യു ആർ യൂസിങ് വേർഡ് പ്രസ് ഈ പർട്ടിക്കുലർ സെഷൻ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ ദാറ്റ് ഹൗ വി ക്യാൻ സെറ്റ് അപ്പ് റാങ്ക് മാത്ത് ഫോർ യുവർ വെബ്സൈറ്റ്. റാങ്ക് മാത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൺ പേജിൻ്റെ ഒരുവിധം കാര്യങ്ങൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് അൾട്ടർനേറ്റീവ് ടു യോസ്റ്റ് എസ്ഇഒസ്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ യോസ്റ്റ് എസ്ഇഒ യൂസ് ചെയ്യുകയാണെങ്കിൽ ഐ സജസ്റ്റ് യു ടു സ്വിച്ച് ടു റാങ്ക് മാത്ത് ബിക്കോസ് മോർ ഫീച്ചർ, മോർ ഓപ്ഷൻസ് ആർ ദെയർ ഇൻ റാങ്ക് മാത്ത്. So let's take you to a live video and show you how to set up that. So guys, ഞാനിപ്പോൾ എൻ്റെ വേർഡ് പ്രസിൻ്റെ ബാക്കെൻഡിനകത്താണ്, ഡാഷ്ബോർഡിനകത്താണ്. സോ ഇവിടെ നമുക്ക് ആദ്യം വന്നിട്ട് പ്ലഗിനകത്ത് വന്നിട്ട് ആഡ് ന്യൂ പ്ലഗിനകത്തോട്ട് നമുക്ക് പോവാം. സോ നമുക്ക് വേണ്ടത് റാങ്ക് മാത്ത് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് റാങ്ക് മാത്ത് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. സോ റാങ്ക് മാത്ത്, സോ കീവേഡ് റാങ്ക് മാത്തിന് സെർച്ച് ചെയ്യാം. സോ റാങ്ക് മാത്ത് ഇത് വരും. റാങ്ക് മാത്ത് എസ്ഇഒ ബേസ്ഡ് എസ്ഇഒ പ്ലഗിൻ ആണ്. സോ ലെറ്റ്സ് ഇൻസ്റ്റാൾ. റാങ്ക് മാത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ടൂൾസിൻ്റെ ഒരേ ഫംഗ്ഷനാലിറ്റി, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫംഗ്ഷനാലിറ്റി നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്ത് കിട്ടും. സോ വി ക്യാൻ യൂസ് ദിസ് പർട്ടിക്കുലർ ടൂൾ ഫോർ ഓൾ ദോസ് പർട്ടിക്കുലർ പർപ്പസ്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ടു ഗെറ്റ് ഇൻസ്റ്റാൾ. സോ ഇത് ഇൻസ്റ്റാൾ ആയി. ഇനിയിപ്പോൾ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യണം. സോ ലെറ്റ്സ് ആക്ടിവേറ്റ് ഇറ്റ്. സോ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സെറ്റപ്പ് വിജാർഡ് വരും. സോ നമുക്ക് ഈ സെറ്റപ്പ് ഈ പ്രൊസീജിയറിൽ ഇവർ പറയുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തുകൊണ്ട് പോകാം. സോ ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി സെറ്റപ്പ് ആവും. സോ ഫസ്റ്റ് ഇസ് കണക്ട് യുവർ അക്കൗണ്ട്. സോ ലെറ്റ്സ് കണക്ട് വിത്ത് അവർ അക്കൗണ്ട്. സോ നമുക്ക് ഇതിനകത്തോട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. സോ നമ്മുടെ ഓൾറെഡി നമ്മൾ ജിമെയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ വെബ് മാസ്റ്റർ ഉണ്ടാക്കിയ, അനാലിറ്റിക്സ് ഉണ്ടാക്കിയ ആ സെയിം ഗൂഗിൾ ഇമെയിൽ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ആൻഡ് സെലക്ട് ഫോർ ദ ജിമെയിൽ. I'm going to select the same mail. നമ്മൾ സെർച്ച് കൺസോൾ എല്ലാം ചെയ്ത്. സോ ദാറ്റ് വിൽ ബി വെരി ഈസി ഫോർ മീ ടു ആ ഡാറ്റ ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി. സോ വെബ് മാസ്റ്ററെല്ലാം നമുക്ക് വെരി ക്വിക്ക് വേയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓൺലി 5 മിനിറ്റ്സിനകത്ത് തന്നെ നമുക്ക് ഈ അക്കൗണ്ട് റെഡി ആക്കാൻ പറ്റും. താങ്ക് യു ഫോർ ട്രൈയിങ്. ഓക്കെ, എവറിഥിങ് ഈസ് ഗുഡ്. സോ ദാറ്റ്സ് ദ സെക്ഷൻ. സോ വി ഹാവ് സെൻഡ് യുവർ ലോഗിൻ ഡീറ്റെയിൽസ് യുവർ ഇമെയിൽ അഡ്രസ്. സോ നമുക്ക് അവിടെ ലോഗിൻ ഡീറ്റെയിൽസ് അവർ മെയിലിനകത്തോട്ട് അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ഈവൻ യൂസ് ദ സ്പെഷ്യൽ ലിങ്ക്, ഷെയർ യുവർ ഫ്രണ്ട് വിത്ത് എനിവെയർ എൽസ്, നമുക്കിത് സെൻഡ് ചെയ്യാൻ പറ്റും. സോ നൗ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു അവർ പ്ലഗിൻ. സോ നമ്മളത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻ വരും. സെറ്റപ്പ് നമുക്ക് വിസാർഡ് സെറ്റപ്പ് ചെയ്യാം. ഈസി, അഡ്വാൻസ്, കസ്റ്റം മോഡ്. കസ്റ്റം മോഡ് പെയ്ഡ് ആണ്. സോ വി ഡോണ്ട് റിക്വയർ പെയ്ഡ് ആസ് ഓഫ് നൗ. സോ നമുക്ക് അഡ്വാൻസ് മോഡിൽ സെറ്റപ്പ് ചെയ്യാം. സോ യുവർ വെബ്സൈറ്റ് ഇസ് കംപ്ലീറ്റ് ഓൺ റാങ്ക് മാത്ത് ഓർ മോർ ഇൻഫർമേഷൻ ലൈക്ക് എന്താണ് ചെയ്യുന്നത്, കംപ്ലീറ്റ് ഇൻഫർമേഷൻ നിങ്ങളുടെ ഇത് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഏത് PHP വേർജൻ ആണ്, എന്താണ് കാര്യങ്ങൾ കംപ്ലീറ്റ്. സോ സെറ്റപ്പ്, നമുക്കിത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്യുക സെറ്റപ്പ് വിസാർഡ്. ഇതിപ്പം പേഴ്സണൽ ബ്ലോഗിംഗ് ആണോ, കമ്മ്യൂണിറ്റി ബ്ലോഗ് ആൻഡ് ന്യൂസ് സൈറ്റ് ആണോ, പേഴ്സണൽ പ്രൊഫൈൽ ആണോ, സ്മാൾ ബിസിനസ് സൈറ്റ് ആണോ. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ന്യൂസ് സൈറ്റ് ആണോ അല്ലെ പേഴ്സണൽ ബ്ലോഗ് ആണോ. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ പേഴ്സണൽ ബ്ലോഗ്. ഇപ്പോൾ ഏതാണ് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു യൂസ്ഫുൾ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ട് സ്കീമാസ് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. സോ ആസ് ഐ ഡോണ്ട് ഹാവ് എ ലോഗോ, ഇപ്പോൾ വരെ ഞാൻ ലോഗോ ഇതിനെ ചെയ്യിപ്പിച്ചിട്ടില്ല. സോ ഐ നീഡ് ടു ഗെറ്റ് എ ലോഗോ. സോ ലോഗോ ഞാൻ ഇതിനകത്തോട്ട് സെറ്റപ്പ് ചെയ്യാം. ഇപ്പം ലോഗോ എനിക്കില്ല. ആൻഡ് അതേപോലെ തന്നെ ഡിഫോൾട്ട് സോഷ്യൽ ഷെയർ ഇമേജ് ഞാനിപ്പോൾ ചെയ്യിപ്പിച്ചിട്ടില്ല. ഇത് രണ്ടും ഞാൻ ചെയ്യിപ്പിച്ചിട്ട് ഇത് ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. സോ ആസ് ഓഫ് നൗ എനിക്ക് ഈ സ്കിപ്പ് ചെയ്യാം ഇപ്പോഴത്തെ സിസ്റ്റംസ്, അല്ലെ പിന്നെ സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്തിട്ട് പോവാം. ഇനിയിപ്പോൾ കണക്ട് യുവർ റാങ്ക് മാത്ത് ടു യുവർ അക്കൗണ്ട്. സോ ലെറ്റ്സ് കണക്ട്. സോ നമ്മുടെ സെർച്ച് കൺസോൾ ഇതെല്ലാം അനാലിറ്റിക്സ് എല്ലാം കണക്ട് ചെയ്യാനാണ്. സോ ലെറ്റ്സ് കണക്ട്. സോ ഓൾറെഡി നമുക്ക് ഇതിനകത്തോട്ട് ഈ സെയിം മെയിൽ ID വെച്ചിട്ടാണ് നമ്മൾ അനാലിറ്റിക്സ് സെറ്റപ്പ് ചെയ്തത്. സോ ലെറ്റ്സ് ആക്ടിവേറ്റ് നൗ. സോ നമ്മൾ ഇമെയിൽ വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് കണക്ട്. സോ എന്താണ് നമ്മൾ ആക്സസ് കൊടുക്കാൻ പോകുന്നത്. യു നീഡ് ടു ഗിവ് ഓൾ ടിക്ക്. നമുക്കെല്ലാം ടിക്ക് ചെയ്യാം. സോ നോ ഇഷ്യൂ. സോ ലെറ്റ്സ് കണ്ടിന്യൂ.
ഓക്കെ, സോ നമ്മൾ ആദ്യം സെർച്ച് കൺസോൾ സെറ്റപ്പ് ചെയ്യാം. സെർച്ച് കൺസോളിനകത്ത് ഓൾറെഡി നമ്മൾ ആ പ്രൊഫൈൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെർച്ച് കൺസോൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ അനലിറ്റിക്സിനകത്ത് നമ്മൾ ഓൾറെഡി അനലിറ്റിക്സ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനലിറ്റിക്സ് കാണാൻ പറ്റും. സോ ഇതിനകത്ത് വ്യൂ ഓൾ വ്യൂസ് ആണുള്ളത്. ഇപ്പം യു ഹാവ് ക്രിയേറ്റഡ് മൾട്ടിപ്പിൾ വ്യൂ, ആ വ്യൂ നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ അനലിറ്റിക്സ് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ടാഗ് മേജർ വഴി. ആഡ്സെൻസ് ഉണ്ടെങ്കിൽ ആഡ്സെൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, ബട്ട് ഇത് പ്രോ ഫീച്ചർ ആണ്. സോ വി ഡോണ്ട് ഹാവ് ആഡ്സെൻസ് ആസ് ഓഫ് നൗ. സോ നമുക്ക് നെക്സ്റ്റിനകത്തോട്ട് പോവാം. ഇമെയിൽ റിപ്പോർട്ട്സ് വേണോ? സോ അപ്ഡേറ്റ്സിൻ്റെ റിപ്പോർട്ട് അവർ നിങ്ങൾക്ക് അയച്ചുകൊണ്ടിരിക്കണം. യെസ്, സോ ടിക്ക് ചെയ്ത് വെക്കാം. ഇപ്പം നിങ്ങൾക്ക് റിപ്പോർട്ട്സ് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. സോ ലെറ്റ്സ് ബി ദെയർ, സേവ് ആൻഡ് കണ്ടിന്യൂ. സോ ഇവിടെ നമുക്ക് സൈറ്റ് മാപ്പ് വരും. സോ സൈറ്റ് മാപ്പ് ഫീച്ചർ ഓട്ടോമാറ്റിക്കലി ഓൺ ചെയ്ത് വെക്കണം. സോ സൈറ്റ് മാപ്പിനകത്ത് ഇമേജസ് ഇൻക്ലൂഡ് ചെയ്യണോ? ഇമേജസ് ചെയ്യാം. പോസ്റ്റ് ആൻഡ് പേജസ് ഇൻക്ലൂഡ് ചെയ്യാം. കാറ്റഗറി ഇമ്പോർട്ടൻറ്റ് പേജസ് അല്ല, ആൻഡ് ഇറ്റ്സ് എ റിപ്പീറ്റേഷൻ ഓഫ് കണ്ടന്റ് ആണ്. സോ ഐ ഡോണ്ട് ലൈക്ക് ടു ഇൻഡെക്സ് ഇറ്റ് ആസ് വെൽ ആസ് ഇതിനെ നമുക്ക് സൈറ്റ് മാപ്പിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഐ വിൽ ഓൾവേസ് അൺടിക്ക് ഇറ്റ്. സേവ് ആൻഡ് കണ്ടിന്യൂ. ബാക്കി പേജസ് ആൻഡ് പോസ്റ്റ് നമ്മുടെ ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫോൾട്ട് ആയിട്ട് പൊക്കോട്ടെ. Then no index, empty category and tags archive. So I will be no index ചെയ്യാനായിരിക്കും. സോ അത് ഓൺ ചെയ്ത് വെക്കുക. സോ നമ്മുടെ ടാഗും കാറ്റഗറി ഇതെല്ലാം ആർക്കൈവ് പേജസ് ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? നോ ഇൻഡെക്സ് ആയിരിക്കും. സോ ദാറ്റ് വിൽ ഓൾസോ കൺട്രോൾ ദ ലിങ്ക് ജ്യൂസ് സ്പ്രെഡ് കൺട്രോൾ ചെയ്യും. നോ ഫോളോ എക്സ്റ്റർണൽ ലിങ്ക് നമുക്ക് വേണമെങ്കിൽ നോ ഫോളോ ആക്കാൻ പറ്റും, ബട്ട് ഇറ്റ്സ് നോട്ട് റെക്കമെൻഡഡ് ടു മേക്ക് എവറി ലിങ്ക് ആസ് എ നോ ഫോളോ. എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുന്ന ലിങ്കിനെ മാനുവലി നിങ്ങൾക്ക് നോ ഫോളോ ആക്കാൻ പറ്റും. ഓപ്പൺ എക്സ്റ്റേണൽ ലിങ്ക് ഇൻ ന്യൂ ടാബ് ആൻഡ് വിൻഡോസ്, യെസ് സജസ്റ്റഡ്, ബിക്കോസ് നമ്മുടെ വെബ്സൈറ്റിന് പുറത്തോട്ട് പോകുന്ന URL ആണ് എക്സ്റ്റേണൽ ലിങ്ക്. സോ നിങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഓഡിയൻസ് വേറെ വെബ്സൈറ്റിനകത്തോട്ട് കയറും. ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് ഓപ്പൺ വിതിൻ ദിസ് പർട്ടിക്കുലർ സെഗ്മെന്റ്. സോ ദാറ്റ് ഈസ് ദ തിങ് യു ക്യാൻ ഫോക്കസ് ഓൺ. സോ ലെറ്റ്സ് സേവ് ആൻഡ് കണ്ടിന്യൂ. So your site is ready. ഒരുവിധം complete setup കഴിഞ്ഞ്. So now you just need to set up advanced options option ഉണ്ട്. So നമുക്ക് അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. So advanced options എന്താണ്? റൂൾസ്. സോ ഇപ്പോൾ നിങ്ങളുടെ ഈ വെബ്സൈറ്റിനകത്ത് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും റോൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് റാങ്ക് മാത്തിൻ്റെ എന്ത് റോൾസ് ആണ് ഓഫർ ചെയ്യേണ്ടത് ആ റോൾസ് മാനേജർ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് നിങ്ങളുടെ കണ്ടന്റ് റൈറ്റർ എഡിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അവർക്ക് ചിലപ്പോൾ ടൈറ്റിൽ മെറ്റാ ഡിസ്ക്രിപ്ഷൻ സെറ്റപ്സ് മാത്രം ചെയ്താൽ മതിയായിരിക്കും. സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് റോൾസ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റർ റോള്, സോ സ്പെസിഫിക്കലി എഡിറ്റർ ആണെങ്കിൽ ഇത്ര സെക്ഷൻസ് മാത്രമേ ആവശ്യമുള്ളൂ. സോ യു ക്യാൻ അനലൈസ് ദാറ്റ്, യു ക്യാൻ ഗിവ് ബേസ്ഡ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ സെക്ഷൻ. സോ ഇതിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഓഫ് ആൻഡ് സേവ് ആൻഡ് കണ്ടിന്യൂ. സോ ഇപ്പോൾ എനിക്ക് റോൾ മാനേജേഴ്സിൻ്റെ ആവശ്യമില്ല. സോ ഐ വിൽ ബി ഓഫിങ് ഇറ്റ്. ഓഫ് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റിനകത്തോട്ട് മൂവ് ചെയ്യുക. സോ മൾട്ടിപ്പിൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്കായിരിക്കും ആ റോൾ മാനേജറിൻ്റെ ആവശ്യം വരുന്നത്. സോ നമുക്ക് 404 മോണിറ്റർ ചെയ്യാം. സോ ബേസിക്കലി ഇപ്പം നമുക്ക് നോർമലി 404 എറർ വരുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവരെ മെൻഷൻ ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ 404 മോണിറ്ററിങ് ഓൺ ചെയ്ത് വെക്കാം. സോ ഓട്ടോമാറ്റിക്കലി ഏതെങ്കിലും പേജ് 404 ആവുകയാണെങ്കിൽ അതിനെ നമുക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് പർട്ടിക്കുലർ സെക്ഷൻ എന്താ ചെയ്യും? 404 മോണിറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റീഡയറക്ഷൻ സെറ്റപ്പ് ആവും. സോ റീഡയറക്ഷൻ ഓൺ ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ URL റിലേറ്റഡ് പേജസിനകത്തോട്ട് റീഡയറക്റ്റ് ആവും. So set a temporary or permanent redirection, combine 404 monitor. You can easily redirect faulty URL on your site to add custom redirection. So custom ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അത് കൂടത്തെ ഇത് സെക്ഷൻ. സോ നോർമലി നമ്മളിപ്പം യോസ്റ്റ് അല്ല യൂസ് ചെയ്യുകയാണെങ്കിൽ റീഡയറക്ഷന് വേണ്ടി നമ്മൾ വേറെ ഒരു എക്സ്ട്രാ പ്ലഗിൻ യൂസ് ചെയ്യണം. ബട്ട് 404 റീഡയറക്ഷൻ ഈ പ്ലഗിനകത്ത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്നതുകൊണ്ട് ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ഫോർ അസ് ടു പ്രോപ്പർലി ഈ പർട്ടിക്കുലർ സെക്ഷൻ ഒരു ടൂളിനകത്ത് തന്നെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. So let's move to save and continue. അടുത്ത ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് സ്കീമ സെറ്റപ്പ്. സോ സ്കീമ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്, സ്ട്രക്ചേർഡ് ഡാറ്റ. സോ നമ്മുടെ ഈ സ്കീമ എന്താണ്? ആർട്ടിക്കൽ ആയിരിക്കും. സ്കീമ ടൈപ്പ് ഓഫ് പോസ്റ്റ് ആർട്ടിക്കൽ ആയിരിക്കും. സോ ആർട്ടിക്കൽ കൊടുക്കുക. ആർട്ടിക്കൽ ടൈപ്പ് ഏതാണ്? ബ്ലോഗ് പോസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ സ്കീമ ടൈപ്പ് പേജ് ആർട്ടിക്കൽ ആയിരിക്കും. ആർട്ടിക്കൽ ടൈപ്പ് എന്താണ്? ആർട്ടിക്കൽ. സോ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒന്നും ചേഞ്ച് ചെയ്യാനില്ല. സോ ഇറ്റ് വിൽ ബി ദ സിമിലർ. ആൻഡ് ഇപ്പം ഇത് വേറെ ആണെങ്കിൽ മാത്രം നിങ്ങൾ മാറ്റിയാൽ മതി. ഇപ്പം ന്യൂസ് വെബ്സൈറ്റ്സ് എല്ലാം ആണെങ്കിൽ ന്യൂസ് ആർട്ടിക്കൽ കൊടുക്കാം. ആർട്ടിക്കൽ ഹോം പേജ് ലൈക്ക് പേജസ് എല്ലാം നോർമലി നമ്മൾ ആർട്ടിക്കലാണ് കൊടുക്കാറ്. ഓൺലി യു നീഡ് ടു ചേഞ്ച് ഇൻ ദ പോസ്റ്റ്, ലൈക്ക് നിങ്ങളുടെ പോസ്റ്റ് എന്ത് സെഗ്മെന്റിനകത്താണ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സേവ് കണ്ടിന്യൂ. ആസ് എ ഫോർ ലോക്കൽ SEO ബിസിനസ്സസ് നമ്മൾ രണ്ടും ആർട്ടിക്കലും ബ്ലോഗ് പോസ്റ്റ് കൊടുത്താൽ മതി.
So that's the way how we have finished everything. So monitoring vannu, analytics vannu, idu koodade namukku ipo AMP launch cheyanengil just namukku or AMP plugin install cheyidittu idu on cheyan pattum. So that's the option also there. Then link counter, index, instant indexing, namukku idu direct monitor cheyan pattum. Bing when pages are added, uploaded or removed. Directly notify search engine like Bing ne ആയിരിക്കും ഇത് നമുക്ക് ഇൻഡെക്സ് ചെയ്യാൻ പറ്റുന്നത്. സോ ലോക്കൽ SEO നോളജ് ഗ്രാഫ്, സോ ലോക്കൽ SEO ഫോക്കസ് ചെയ്തിട്ട് നമുക്കിത് ഓൺ ചെയ്ത് വെക്കാൻ പറ്റും. സോ ഇത് എപ്പോഴും ഡോമിനേറ്റ് ദ സെർച്ച് റിസൾട്ട് ഫോർ ദ ലൊക്കേഷൻ ഓഡിയൻസ്, ഓപ്റ്റിമൈസിങ് യുവർ വെബ്സൈറ്റ് ഫോർ ലോക്കൽ SEO ആൻഡ് ഇറ്റ്സ് ഓൾസോ ഹെൽപ്പ് യു ടു കോഡ് ആഡ് കോഡ് റിലേറ്റഡ് ടു നോളജ് ഗ്രാഫ്. സോ ഈ പർട്ടിക്കുലർ സെക്ഷൻ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക ലോക്കൽ ബിസിനസ് ആയതുകൊണ്ട്. സോ നോളജ് ഗ്രാഫിനകത്ത് നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ സംഭവം ഈ പർട്ടിക്കുലർ സെക്ഷൻ യൂസ് ചെയ്യേണ്ടത്. സോ യു ഹാവ് സീൻ ദാറ്റ് ലോക്കൽ SEO നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പേഴ്സൺ ആണോ ഓർഗനൈസേഷൻ ആണോ. സോ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് വേണ്ടി അത് ഓർഗനൈസേഷൻ ആയിരിക്കും, പേഴ്സൺ ആയിരിക്കില്ല. ഇപ്പോൾ പേഴ്സൺ ലൈക്ക് ഡോക്ടറിൻ്റെ ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ അത് പേഴ്സൺ വെബ്സൈറ്റ് ആയിരിക്കും. ബട്ട് ഓർഗനൈസേഷൻ കൊടുക്കുക, ലോഗോ കൊടുക്കുക, URL കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, സ്ട്രീറ്റ് കൊടുക്കുക, ബിസിനസ് ടൈപ്പ് കൊടുക്കുക. ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ആ വെബ്സൈറ്റ് ഒരു ലോക്കൽ ബിസിനസ് വെബ്സൈറ്റ് ആണ്. ലോക്കൽ സ്കീമ നമുക്കത് ജനറേറ്റ് ആവും. സോ ദാറ്റ്സ് ഫോർ റീസൺ ദിസ് പർട്ടിക്കുലർ ഓപ്ഷൻ ഈസ് കമ്മിങ് ഓൺ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ടു ഡാഷ്ബോർഡ്. അഗൈൻ ഗോ ബാക്ക് ടു ഡാഷ്ബോർഡ്. സോ നമുക്ക് ഈ പർട്ടിക്കുലർ സൈറ്റ് ലോക്കൽ SEO അല്ലാത്തതുകൊണ്ട് ഞാനിത് ലോക്കൽ SEO ഇതിൻ്റെ ഓഫ് ചെയ്ത് വെക്കാം. സോ ഇതിന് ലോക്കൽ SEOയുടെ ആവശ്യമില്ല. സോ ഐ വിൽ ബി കീപ്പ് ഓഫ്. ഇമേജ് SEO, സോ ഇമേജിന് വേണ്ടി ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ഇമേജ് SEO നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. സോ എനി ഇമേജ് നമ്മളിപ്പം ചെയ്യുകയാണെങ്കിൽ ആ ഇമേജിന് ഒരു അൾടാഗ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആഡ് മിസ്സിംഗ് അൾടാഗ് അട്രിബ്യൂട്ട്സ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഫയൽ നെയിം, സോ നോർമലി ഇപ്പോൾ ഫയൽ നെയിമിനകത്ത് തന്നെ നമ്മൾ കീവേഡ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫയൽ നെയിം വെച്ചിട്ട് തന്നെ നമുക്ക് അൾടാഗ് ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ മാനുവലി നമുക്ക് കൊടുക്കാൻ പറ്റും. ആഡ് മിസ്സിംഗ് ടൈറ്റിൽ അട്രിബ്യൂട്ട്സ്, ഇപ്പോൾ ടൈറ്റിൽ അട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കതും ടൈറ്റിൽ അണ്ടർസ്കോർ ഇത് അല്ലെ പിന്നെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഇപ്പം നെയിം ആണെങ്കിൽ ഫയൽ നെയിം ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫയൽ നെയിം സെലക്ട് ചെയ്താൽ സോ യുവർ ടൈറ്റിൽ അട്രിബ്യൂട്ട്സ് എങ്ങനെയായിരിക്കും ടൈറ്റിൽ, അക്കൗണ്ട് ആൻഡ് ഫയൽ നെയിം. സോ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സോ ഇമേജസ് ബൈ ഡിഫോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമേജസ് ഓരോ ഇമേജസിന് പോയിട്ട് പേര് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഫയൽ നെയിം എന്താണ് അത് തന്നെ വരും. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് വെനെവർ യു അപ്ലോഡ് യുവർ ഫയൽ നെയിം മേക്ക് ഷുവർ ദാറ്റ് ഷുഡ് ബി എ കീവേഡ്. അപ്പോൾ അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെക്കുക. മാനുവലായിട്ട് നമ്മൾ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. ദെൻ കം അഗെയിൻ ടു ഡാഷ്ബോർഡ്. സോ ലെറ്റ്സ് ലീവ് ഇറ്റ്. സോ ഐ എം ഷോയിങ് ഫ്രോം ഡാഷ്ബോർഡ് ടു ഇതിനകത്തോട്ട് എങ്ങനെയാണ് വരുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ സെക്ഷൻ ഇവിടെ തന്നെ മെൻഷൻഡ് ആണ്. സോ യു ക്യാൻ മോണിറ്റർ സിംഗിൾ ബൈ സിംഗിൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇമേജ് സെറ്റിംഗ് ഞാനിപ്പോൾ ഓഫ് ചെയ്യാം ബിക്കോസ് ഐ വോണ്ട് പേഴ്സണലി ടു അപ്ഡേറ്റ്. ഇപ്പോൾ നിങ്ങൾക്കത് ഒരു ഹാക്ടിങ് ആണെങ്കിൽ ബട്ട് യു നീഡ് ടു ഓൺലി ഫോക്കസ് ഓൺ ദാറ്റ്. നമ്മൾ ആ ഫയൽ നെയിം എപ്പോഴും കീവേഡ് ഫോക്കസ് ആവണം. ഇൻസ്റ്റൻറ്റ് ഇൻഡെക്സിങ് നമുക്ക് ഓപ്ഷൻസ് ഓൺ ചെയ്യാൻ പറ്റും. സോ ഇത് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിനകത്തോട്ട് ലിസ്റ്റ് ആവാൻ വേണ്ടിയാണ്. സോ ബിങ് API കീ നമുക്ക് ജനറേറ്റ് ചെയ്യണം. സോ ഓൾറെഡി നമ്മൾ ബിങ്ങിനകത്ത് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസർട്ട് യുവർ ബിങ് വെബ് മാസ്റ്റർ API കീ. സോ ഹൗ ടു ഒബ്റ്റെയിൻ ഇറ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും എങ്ങനെ ഇത് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതെന്താ കൊണ്ടുവന്ന് ഇവിടെ API കൊണ്ടുവന്ന് ഇട്ടാൽ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് നമ്മൾ എന്താ അപ്ഡേറ്റ് ചെയ്യുന്നത് അത് ദാറ്റ് വിൽ ബി ഗെറ്റ് പിങ് ടു ബിങ്. സോ ബിങ് API കീ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബിങ് വെബ് മാസ്റ്ററിനകത്ത് വന്ന് സോ ബിങ് വെബ് മാസ്റ്ററിനകത്ത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ സെറ്റിങ്സിനകത്തോട്ട് പോവുക. സെറ്റിങ്ങിനകത്ത് API ആക്സസ് ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ API ആക്സസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ജനറേറ്റ് API കീയുടെ ഓപ്ഷൻ ഉണ്ട്. സോ ജനറേറ്റ് API കീ. സോ ഐ ഡോണ്ട് വാണ്ടഡ് ടു ഷോ ദാറ്റ് API കീ. സോ ലെറ്റ് API കീ പേസ്റ്റ് ചെയ്യുന്നിടത്ത് വന്നിട്ട് നമ്മളത് പേസ്റ്റ് ചെയ്യുക. API കീ പോസ്റ്റ് പേജസ് ആണ് ബേസിക്കലി എനിക്ക് ഇൻഡെക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഐ വിൽ ബി ഇൻഡെക്സിങ് ഹിയർ. സോ സെറ്റിംഗ് അപ്ഡേറ്റഡ്. ഇനിയിപ്പം ഇൻഡെക്സിങ് സെക്ഷൻസ് ആയിക്കോളും. സോ അഗൈൻ ഐ എം ഗോയിങ് ബാക്ക് ടു ഡാഷ്ബോർഡ്. സോ ഞാൻ ഇൻഡെക്സിങ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കീമ ഓൺ ആണ്, റീഡയറക്ഷൻ ആണ്, ലോക്കൽ SEO നമുക്ക് ആവശ്യമില്ല, റൂൾസ് വേണ്ട, SEO അനാലിസിസ്, സൈറ്റ് മാപ്പ്. ഇപ്പോൾ കോമേഴ്സ് ആണെങ്കിൽ WooCommerce സെക്ഷനും കൂടെ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ വെബ് സ്റ്റോറീസിനകത്ത് കയറണമെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ജസ്റ്റ് ഓൺ ചെയ്താൽ മാത്രം മതി. സോ വെൻ യു ക്ലിക്ക് ദിസ് വെബ് സ്റ്റോറീസിനകത്ത് പോകണമെങ്കിൽ പ്ലഗിൻ ആക്ടിവേറ്റ് ദിസ് പെർട്ടിക്കുലർ സെക്ഷൻ. പ്ലീസ് ആക്ടിവേറ്റ് വെബ് സ്റ്റോറീസ് പ്ലഗിൻ ടു യൂസ് ദിസ് മോഡ്യൂൾ. സോ ഇതിനു വേണ്ടി നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ വേർഡ്പ്രസ്സിൻ്റെ വെബ് സ്റ്റോറി വേർഡ്പ്രസ് പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യണം. സ്കീം ആൻഡ് മെറ്റാ ടാഗ്സ്. സോ ഇത് നമുക്ക് പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് ഓൺ ചെയ്യാൻ പറ്റത്തുള്ളൂ.
സോ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലഗിനകത്ത് പോയിട്ട് ഇൻസ്റ്റാൾ പ്ലഗിൻ, ആഡ് ന്യൂ. So web stories install. So നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാം. സോ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ സ്റ്റോറീസിൻ്റെ ഓപ്ഷൻ കാണാം. സോ നമ്മളിവിടെ റാങ്ക് മാത്തിനകത്ത് വന്നിട്ട് ഡാഷ്ബോർഡിനകത്ത് സ്റ്റോറീസ് ഓൺ ചെയ്യാം. സോ നൗ സ്റ്റോറീസ് ഓൺ ആയി ബിക്കോസ് നമ്മൾ ആ സ്റ്റോറിയുടെ പ്ലഗിൻ ഓൺ ചെയ്ത്. സോ നൗ സ്റ്റോറീസ് ക്യാൻ ബി ഇൻഡെക്സ്ഡ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ സെക്ഷൻ. സോ WooCommerce ഉണ്ടെങ്കിൽ WooCommerceും കൂടെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ നമുക്കിവിടെ ഓരോന്നോരോന്ന് നമുക്ക് സെറ്റിങ്സിനകത്ത് പോകാൻ പറ്റും. അനലിറ്റിക്സിൻ്റെ സെറ്റിങ്സ് നമുക്ക് നോക്കാൻ പറ്റും. ഡാഷ്ബോർഡ് അല്ലാതെ നമുക്ക് സിംഗിൾ. സോ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ട്രാഫിക് എത്രയുണ്ട്, ഡാറ്റാസ് എത്രയുണ്ട്, ബിക്കോസ് ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ജനറൽ സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് കാറ്റഗറി ബേസ്, സ്ട്രിപ്പ് കാറ്റഗറി ബേസ്, റീഡയറക്ഷൻ അറ്റാച്ച്മെൻറ്റ് നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. റീഡയറക്റ്റ് ആൻഡ് ഓർഫൻ ഏതെങ്കിലും പേജ് ഉണ്ടെങ്കിൽ ഹോം പേജിനകത്തോട്ടായിരിക്കും റീഡയറക്റ്റ് ആവുന്നത്. എക്സ്റ്റേണൽ ലിങ്ക് നോ ഫോളോ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ സെറ്റിങ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബ്രെഡ് കംസ്, ഇനേബിൾ ബ്രെഡ് കംസ് ഫംഗ്ഷൻസ്. സോ നമുക്ക് ബ്രെഡ് കംസ് എപ്പോഴും ഓൺ ചെയ്ത് വെക്കാം. സോ ഓരോ ആക്ഷൻ എങ്ങനെ വരുമെന്നാണ്. സോ നിങ്ങൾക്ക് ഹൈഫൻ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ വേരി സെക്ഷൻ പ്രീഫിക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബൈ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന സാധനം നമുക്കത് സേവ് ചേഞ്ചസിനകത്തോട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ നൗ ലെറ്റ്സ് ബ്രെഡ് കം സെറ്റപ്പ് ആയി. ഇനി അടുത്ത സെക്ഷനാണ് വെബ്മാസ്റ്റർ ടൂൾസ്. വെബ്മാസ്റ്റർ ടൂൾ സെർച്ച് കൺസോൾ, ബിങ്, ബെഡു, അലക്സ, യണ്ടെക്സ്, പിൻട്രസ്റ്റ്, നോർത്തൺ സേഫ് വെബ് വെരിഫിക്കേഷൻ ഇതെല്ലാം വേണമെങ്കിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. സോ പിൻട്രസ്റ്റ് എന്തായാലും നമുക്ക് ചെയ്താൽ മതി. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി മാനുവലായിട്ട് നമ്മളിത് ചെയ്ത് കഴിഞ്ഞ്. സോ റാങ്ക് മാത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്നും അതിനെ വെരിഫൈ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് ദ വാട്ട് ഇറ്റ്സ് ഹെൽപ്പ് അസ് to do. So SEO score on visitors, visitorsne SEO score കാണിക്കാം. RSS before content, RSS after content എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ആവശ്യമില്ല. സോ യു ക്യാൻ ജസ്റ്റ് ഫോക്കസ് ഓൺ. ദെൻ കംസ് റോബോട്ട്സ്. സോ നമ്മൾ റോബോട്ട്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് പേജസ് എൻ്റെ വെബ്സൈറ്റിനകത്ത് സ്ക്രോൾ ചെയ്യരുത് ആ സെക്ഷന് വേണ്ടിയാണ് നമ്മൾ റോബോട്ട്സ് ചെയ്യുന്നത്. ബൈ ഡിഫോൾട്ടായിട്ട് അവരൊരു യൂസർ ഏജൻറ്റ്, WP അഡ്മിനെ എല്ലാം ഡിസലൗ ചെയ്ത് വെക്കും. ഇത് കൂടാതെ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റമായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് റിപ്ലേസ് ചെയ്യാൻ പറ്റും. സോ അതേപോലെ തന്നെ നമുക്ക് എഡിറ്റ് STXS ഫയലിനകത്ത് നമുക്ക് ഈ റീഡയറക്ഷൻ എല്ലാം ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഐ സജസ്റ്റ് നോട്ട് ടു ഗോ ആൻഡ് ടച്ച് ഹിയർ ബിക്കോസ് ദിസ് ഇസ് ഇഫ് യു ഡു നിങ്ങളുടെ സൈറ്റ് കംപ്ലീറ്റ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. സോ മേക്ക് ഷുവർ യു ഡോണ്ട് ഗോ ആൻഡ് ഡു എനിത്തിങ് ഓൺ എഡിറ്റ് STXS. ദെൻ 404 മോണിറ്ററിംഗ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വി ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ് ഹിയർ. അനാലിറ്റിക്സ് നമ്മൾ ഓൾറെഡി സെറ്റപ്പ് ചെയ്തതാണ്. ദെൻ ലാസ്റ്റ് റീഡയറക്ഷൻ നമ്മൾ ഓൾറെഡി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പെർമനൻറ്റ് റീഡയറക്ഷൻ ആണ്. ഓട്ടോ പോസ്റ്റ് റീഡയറക്ഷൻ ഓൾസോ വി ഹാവ് ഡൺ സെക്ഷൻ. സോ ഇത്ര സെക്ഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇതായിരുന്നു നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടൂൾ പ്ലഗിന് പറയാം വിച്ച് ഈസ് ഗോയിങ് ടു ബി കൺട്രോൾ യുവർ മോസ്റ്റ് ഓഫ് ദ SEO. ഈ മാത്രം ടൂൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഒരു 70% SEO ഓൺ പേജ് SEO ഇഷ്യൂസ് വിൽ ബി സോൾവ്ഡ്. ആൻഡ് നൗ യു നീഡ് ടു അപ്ഡേറ്റ് ഇറ്റ് മാനുവലി. സോ നമ്മളിവിടെ പോസ്റ്റ് ഇതിൻ്റെ ഇപ്പോൾ യൂസ് എങ്ങനെയാണ് പറഞ്ഞാൽ, സോ ഇപ്പോൾ ആഡ് ന്യൂ ഒരു പോസ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യാം ആ പർട്ടിക്കുലർ സെക്ഷനാണ് ഇതിനകത്ത് നോക്കേണ്ടത്. സോ വെൻ എവർ ഏതെങ്കിലും പോസ്റ്റോ പേജ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. സോ ഇതിപ്പോൾ ഞാൻ പുതിയൊരു പോസ്റ്റ് ചെയ്യാൻ നോക്കുവാണ്. ലൈക്ക് ലെറ്റ്സ് ഷോ ദി എക്സാമ്പിൾ ആണ് ഒരു പോസ്റ്റ് ചെയ്യുന്നത്. സോ ഹിയർ ഇസ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് യൂസ് ഓഫ് റാങ്ക് മാത്ത്. സോ റാങ്ക് മാത്തിൻ്റെ യൂസ് എങ്ങനെയാണ്? സോ ഇതാണ് നമ്മുടെ SEO സെഗ്മെൻറ്റ്. സോ നമ്മളിവിടെ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് SEOയുടെ മൊത്തം സെക്ഷൻസ് കാണാം. സോ ജനറൽ, പിന്നെ നമുക്ക് അഡ്വാൻസ് സെക്ഷൻസ്, സ്കീമ ആൻഡ് ഓപ്പൺ ഗ്രാഫ്സ്. ഈ 4 സെക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ള റാങ്ക് മാത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ റാങ്ക് മാത്തിനകത്ത് ഇവിടെ വന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? എഡിറ്റ് സ്നിപ്പെറ്റിനകത്ത് ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ടൈറ്റിൽ കൊടുക്കണം,
permalink URL ne പറ്റിയാണ് പറയുന്നത് എന്ത് URL ആണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഡിസ്ക്രിപ്ഷൻ സോ ഓൾറെഡി നമ്മൾ ഓൺ പേജിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ടൈറ്റിൽ കൊടുക്കേണ്ടത് എന്താണ് permalink കൊടുക്കേണ്ടത് എന്താണ് ഡിസ്ക്രിപ്ഷൻ സോ URL നകത്ത് ഒരിക്കലും നമ്പർ കൊടുക്കരുത് അണ്ടർസ്കോർ കൊടുക്കരുത് സോ ഹൈഫൻ കൊടുക്കണം ഇപ്പം സംതിങ് ഇത് റാങ്ക് മാത്ത് റിവ്യൂ ആണെങ്കിൽ ഇങ്ങനെ എഴുതാൻ നോക്കുക ഹൈഫൻ കൊടുത്തിട്ട് എഴുതാൻ നോക്കുക ആൻഡ് ഡോണ്ട് മേക്ക് ഇറ്റ് ടു ലോങ് ഒരുപാട് വലുതാക്കാതെ ചെറുതായിട്ട് നോക്കുക കീവേഡ് ഇൻ ഫ്രണ്ട് ഓഫ് ആസ് സൂൺ ആസ് പോസിബിൾ കീവേഡ് എഴുതാൻ നോക്കുക ടൈറ്റിലെല്ലാം ഇപ്പോൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇത് ക്രിയേറ്റ് ആവും അല്ലെങ്കിൽ പിന്നെ നമുക്ക് തന്നെ ഇവിടെ കൊടുക്കാൻ പറ്റും ഹലോ ദിസ് ഈസ് റാങ്ക് മാത്ത് review and just ഞാനൊരു സാധനം ജസ്റ്റ് ഒരു ആഡ് ചെയ്യുന്നതാണ് സോ യു ക്യാൻ ഡു ദാറ്റ് ഓൾസോ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കിട്ടും ലൈക്ക് ഇപ്പം ക്വയറീസ് കൗണ്ടർ ഫയൽ നെയിം സോ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ഇപ്പോൾ കറണ്ട് ഡേറ്റ് കറണ്ട് ഇയർ കറണ്ട് മന്ത് ഇപ്പോൾ കറണ്ട് ഇയർ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും സോ റിവ്യൂ 2021 ആണ് സോ 2022 ഓട്ടോമാറ്റിക്കലി 2022 ആയി മാറും സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് റാങ്ക് മാത്ത് യു ഡോണ്ട് ഗെറ്റ് ദീസ് ഫീച്ചർ ഓൺ SEO Yoast SEO നകത്ത് ഈ ഫീച്ചേഴ്സ് കിട്ടത്തില്ല ആൻഡ് ദാറ്റ് ഫീച്ചർ ഇസ് ഇൻ പെയ്ഡ് സോ ഫ്രീനകത്ത് തന്നെ നമുക്ക് ഇത്ര ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് സോ ദിസ് ഈസ് ലൈക്ക് മെറ്റാ ടൈറ്റിലിന് വേണ്ടിയായിരുന്നു പിന്നെ നമുക്കിവിടെ സോഷ്യലിനകത്ത് ഇവർക്ക് നമ്മളിപ്പോൾ ഓപ്പൺ ഗ്രാഫ് OG നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺ പേജിനകത്ത് സോ വെൻ എവർ വി ഷെയർ ദിസ് ലിങ്ക് ടു എനി സോഷ്യൽ മീഡിയ എന്ത് ഇമേജസ് ആണ് വരേണ്ടത് എന്ത് കണ്ടന്റ് ആണ് വരേണ്ടത് എന്ത് ഡിസ്ക്രിപ്ഷൻ ആണ് വരേണ്ടതെന്ന് നമുക്കിവിടെ തീരുമാനിക്കാം ഇപ്പോൾ നമ്മൾ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ബ്ലോഗിൻ്റെ എന്തായിരിക്കും അല്ലെങ്കിൽ പിന്നെ എൻ്റെ പേജിൻ്റെ എന്തായിരിക്കും അത് തന്നെ ആയിരിക്കും ഷെയർ ആവാൻ പോകുന്നത് സോ ട്വിറ്റർ അതേപോലെ തന്നെ ഫേസ്ബുക്ക് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും സോ ജനറലിനകത്ത് നമുക്കിവിടെ ഡെസ്ക്ടോപ്പ് വ്യൂ കാണാം മൊബൈൽ വ്യൂ കാണാം എങ്ങനെയായിരിക്കും നിങ്ങൾ എഴുതിയ സാധനം വിഷ്വൽ ആവുക സോ മേക്ക് ഷുവർ ദാറ്റ് ബോത്ത് ഓപ്റ്റിമൈസ് ഫോർ ദ ബോത്ത് സെക്ഷൻ സോ ഇവിടെ ഈ സെക്ഷൻ നമുക്ക് ഇവിടെ ഇൻഡ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അഡ്വാൻസിനകത്തോട്ട് വരിക അഡ്വാൻസിനകത്തോട്ട് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ കണ്ടന്റ് ഓൾവേസ് ഇൻഡെക്സ് ആയിരിക്കണം സോ ഇൻഡെക്സിനകത്ത് ഫോക്കസ് ചെയ്യുക കാനോനിക്കൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് കാനോനിക്കൽ വരും ബ്രെഡ് കം ടൈറ്റിൽ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് കം ടൈറ്റിൽ കൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ ബൈ ഡിഫോൾട്ട് ആയിട്ട് ലീവ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ഇത് ഇൻഡെക്സ് ആയിരിക്കണം then സ്കീമനകത്ത് ഇത് എന്ത് പർട്ടിക്കുലർ സെക്ഷൻ ഇപ്പോൾ പ്രൊഡക്റ്റ് പേജ് ആണെങ്കിൽ പ്രൊഡക്റ്റ് പേജ് സെലക്ട് ചെയ്യുക ലൊക്കേഷൻ പേജ് ആണെങ്കിൽ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക സോ ഇവിടെ നിന്ന് വന്നിട്ട് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസ് ആണ് യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് എഡിറ്റ് ഇപ്പോൾ ഇത് നമ്മൾ ബ്ലോഗ് ആർട്ടിക്കിളാണ് സെലക്ട് ചെയ്തുകൊണ്ടാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് പുതിയ സ്കീമ ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ യു ക്യാൻ ഡിലീറ്റ് ഇറ്റ് ആൻഡ് യു ക്യാൻ add it so schema generator നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും എന്താണ് ഇതിപ്പോൾ ഒരു കോഴ്സ് ആണെങ്കിൽ നമുക്ക് കോഴ്സിൻ്റെ സ്കീമ ആഡ് ചെയ്യാൻ പറ്റും സോ ദിസ് വിൽ ബി ദ കോഴ്സ് സ്കീമ സോ സേവ് ദിസ് പോസ്റ്റ് കോഴ്സ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും സോ ഇതിപ്പോൾ ആർട്ടിക്കിൾ ആയതുകൊണ്ട് നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാം സോ ആർട്ടിക്കിൾ നമുക്ക് ആഡ് ചെയ്താൽ മതി സോ സേവ് ടു ദിസ് പോസ്റ്റ് ആർട്ടിക്കിൾ സേവ് ആയി ദെൻ ഇത് തന്നെയായിരുന്നു ഓപ്പൺ ഗ്രാഫ് നമ്മൾ ഓൾറെഡി ജനറലിനകത്ത് കണ്ട സാധനം ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾക്ക് റാങ്ക് മാത്തിനകത്ത് ഓപ്റ്റിമൈസ് ചെയ്യുന്നത് സോ വെൻ എവർ യു ഓപ്റ്റിമൈസ് ഇറ്റ് യു വിൽ സ്റ്റാർട്ട് സീയിങ് ദ സ്കോർ ഇവിടെ നിങ്ങൾക്ക് വരുന്നുണ്ട് SEO ബേസിക് സ്കോർ ഈ സ്കോർ നിങ്ങൾ ഫോളോ ചെയ്യുക അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് നിങ്ങൾ ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ തന്നെ നിങ്ങളുടെ സൈറ്റ് ഒരു 80% to 90% I can say optimized out than your competitor. See, this is very easy steps. You just need to put your effort to rank on local SEO. So competitive alla, you will always be one step ahead from your competitor if your competitor is not doing anything. Okay, so that's it in this particular rank math inde bonus videos nathu. So hope ningalku ee video ishtapettundaയിരിക്കും. So we'll see any other bonuses if coming on this particular segment local SEO. I will be adding one by one, and this is the one for rank math which you need to have, and also I will create two more plugin related video which you are going to use in your website. So that's it for this particular segments. Hope you like this video, and if you have any questions you can always DM and message, chat, all anything whatever you want to feel. And that's it in this session. See you guys in next video. Till then, bye bye, take care and keep learning.